എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ധ്യാനം? ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സ് ലൗകിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമുക്ക് നമ്മുടെ ആന്തരിക സത്തയെക്കുറിച്ച് അല്ലെങ്കിൽ അവബോധത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതാണ് സത്യം. അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ് ധ്യാനം. നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുക എന്നതിൽ നിന്നുമാണ് ധ്യാനം ആരംഭിക്കുന്നത്. നമ്മൾ നമ്മുടെ ശ്വാസത്തെ, ചിന്തകളെ, പ്രവൃത്തികളെ, വികാരങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധവാനാവുക. ഇതാണ് വസ്തുതാബോധം. ഇത് ധ്യാനത്തിന്റെ ആദ്യഘട്ടമാണ്. ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ അന്തസത്തയെയും ബാഹ്യ പരിധിയെയും ഒന്നിച്ചു കാണലാണ്. അതായത് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ അന്തസത്തയെക്കുറിച്ച് അല്ലെങ്കിൽ അവബോധത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ബാഹ്യമായ കാര്യങ്ങളെയും നമ്മുടെ അന്തസത്തയെയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്നു. ഇത് പൂർണ്ണമായ ബോധാവസ്ഥയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചും അത് വീക്ഷിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അവബോധത്തെ അല്ലെങ്കിൽ ആ ഒരു ആളെക്കുറിച്ചും നമുക്ക് പൂർണ്ണമായിട്ടും ബോധവാനാകാം. ഇനി മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സത്തയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അതായത് നമ്മൾ നമ്മുടെ അവബോധവുമായിട്ട് അല്ലെങ്കിൽ നിരാകാരവുമായിട്ട് ഒന്നായി ചേരുന്ന അവസ്ഥ. ആ സമയം നിങ്ങൾ എന്ന വ്യക്തി അവിടെ ഉണ്ടാവില്ല, നിങ്ങളുടെ അവബോധം മാത്രമേ അവശേഷിക്കൂ. ഇങ്ങനെ ഒരു ധ്യാനാവസ്ഥയിൽ നമുക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ.